ഇതെന്തേട്ടങ്ങള് മുടി വെട്ടാണ്ട് വന്നേ? ആ ബാർബർ ബാലിന്റെ ഷോപ്പില് മുടിവെട്ട് മാത്രം നടക്കുന്നില്ല, ഏതു നേരം ചർച്ചയാ. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും ബാർബർ ഷോപ്പ് പോയാ പോരാഞ്ഞു? അത് പറ്റൂല പത്തു. ബാർബർ ബാലിന്റെ പീടിയെന്ന് മാത്രമേ നിങ്ങൾ മുടി വെട്ടുള്ളൂ? വേറെ എത്ര ബാർബർ ഷോപ്പ് ഉണ്ട്? ആടൊന്നും നിങ്ങളെ മുടി പൊറിയൂലേ? അതൊന്നല്ല പത്തു, കൊല്ലം 10-20 നമ്മൾ ഓന്റെ അടുത്ത് മുടി വെട്ടണ്. ഓനറിയാ നമ്മളെ മുടി എങ്ങനെയാ വെട്ടേണ്ടത്. കണ്ടറിഞ്ഞ മുടി വെട്ടാനുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റൈല്. രാത്രി 8 മണി വരെയുള്ളൂ കേട്ടോ റിസപ്ഷൻ. അതിന്റെ മുന്നേ നരിക്കുനി എത്തണം. മുടിവെട്ടല് നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റിച്ചൂടെ? എന്നാ പിന്നെ റിസപ്ഷനിൽ ഞാനും കുട്ടികളും മാത്രം പോകാം, നിങ്ങൾ വരണ്ട. ആ എന്ത് പറച്ചലാണ് പത്തു. സലാംക്ക നമ്മള് പ്രത്യേകം ക്ഷണിച്ചല്ലേ, നമ്മൾ എവിടെയും ചോദിച്ചാ എന്ത് പറയൂ? മുടി വെട്ടി മനസ്സുകോലത്തിൽ വരാൻ പറ്റാത്തതിനെ കൊണ്ട് നിങ്ങൾ ഒപ്പരും കൂട്ടിയില്ലാന്നങ്ങ് പറയൂ. ഈ വേറെ ബാർബർ ഷോപ്പ് പോവാൻ നമ്മള് നിർബന്ധിക്കല്ലേ പത്തു, അത് നമുക്ക് തൃപ്തിയാവൂല. മുടിന്റെ നീളം കുറയണം, എന്നാ തന്നെ മുഖത്തിനൊരു വൃത്തിയും വെടുപ്പും ഉണ്ടാവും. അല്ലാണ്ട് വലിയ സ്റ്റൈലാക്കാൻ മാത്രം പവറുള്ള മുടിയൊന്നും അല്ല ഞങ്ങളത്. പാത്തോ ഈ എന്തൊക്കെ പറഞ്ഞാലും ശരി, സ്ഥിരമായിട്ട് വെട്ടുന്ന ബാർബർ ഷോപ്പ് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഉപ്പച്ചേ, ആ ബാർബർ ബാലിന്റെ അടുത്ത് തന്നെ എന്നും പോന്നോണ്ടാണ് ഉപ്പച്ചിന്റെ ഹെയർസ്റ്റൈൽ ഇങ്ങനെ തന്നെ. ഉപ്പച്ചി ഒന്ന് ബാർബർ ഷോപ്പ് മാറ്റി നോക്ക്, ആ പറയാ മുടിയിലുള്ള മാറ്റോ. ഞാനേ ആ ബ്യൂട്ടി സലൂണിൽ നിന്നാണ് മുടി വെട്ടിക്കുന്നത്. അതിന് ഈ മുടി വെട്ടിക്കലുണ്ടോ? കഴിഞ്ഞ കൊല്ലാണ് എന്റെ മുടി ഇത്തിരി നീളം കുറഞ്ഞു. ഉപ്പച്ചി ഇതൊക്കെ ന്യൂജൻ സ്റ്റൈലുകളാണ്. സ്റ്റൈല് മുള്ളമതിന്റെ മുള്ളു പോലെ ഇരിക്കണം അവന്റെ മുടി. സൈഡിൽ നിന്ന് നോക്കിയാ കിളിക്കൂട് പോലെ ഉണ്ട്. നമ്മളെ വൈക്കോലില്ല ആ ഇങ്ങനെ കൂട്ടി വെച്ചോണല്ലേ. ഇതിന്റെ ഉള്ളിൽ പാമ്പോ ചേരോ ഉണ്ടോന്നാ നമ്മളെ സംശയം. ഉമ്മച്ചേ, നിങ്ങൾക്ക് ഫാഷൻ സ്റ്റൈൽ ഒന്നും അറിയില്ല, ഒന്നും മിണ്ടാണ്ടിക്ക്, വിട്ടിത്തരൊന്നും പിടിച്ച് പോവാണ്ടിക്ക്. പറഞ്ഞ ബാർബർ ഷോപ്പ് പോയിട്ട് നിങ്ങൾ മുടി വെട്ടരുതേ. ഉപ്പച്ചേ, നിങ്ങളെ പോലുള്ള ഓൾഡ് ജനറേഷനെ പറ്റിയ ഒരു സാധാരണ കടയുണ്ട്. അവിടെ നല്ലൊരു അസൽ ബാർബർ ഉണ്ട്, ബാർബർ ബച്ചൻ. ബച്ചനോ? അമിതാഭ് ബച്ചൻ എന്നാണ് അയാളെ പേര്. ഷോല ഇറങ്ങിയ കൊല്ലം ജനിച്ചതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു പേര് വേണത്. ഉപ്പച്ചേ, നിങ്ങൾ ആടെ ചെല്ല്, നല്ല അസലായിട്ട് വെട്ടിത്തരൂ. അല്ല, എന്താ ബാർബർ ഷോപ്പിന്റെ പേര്? ഷോലെ സലൂൺ. എന്നാ ഞമ്മളൊന്ന് പോയിട്ട് വരാ പത്തുവോ? ഒരു മാറ്റാർക്ക ഇഷ്ടമില്ലാത്ത. എന്നാ പോയി വന്നോളി. വെട്ടിട്ടേ നല്ല മൊഞ്ചനായിട്ട് ഞാൻ വരാം. അന്റെ മുടി ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഇങ്ങനെ കെട്ടണം, അല്ലെങ്കിൽ റിസപ്ഷന് ഞാൻ എന്റെ മോനെ ആരെയും പരിചയപ്പെടുത്തൂല. അതിലും നല്ലേ എന്റെ ഉമ്മയാണ് ആരോടും പറയാണ്ടിട്ട് എന്നെ നാണം കെടുത്താണ്ടെന്നാ മതി. നിങ്ങൾ വലിയ വാല് വർത്താനം പറഞ്ഞു നിർത്തും വെച്ച് ഭയങ്കര ഓവറാണ്. എറിഞ്ഞോളം തീരാത്ത കളിയല്ലേ. അതെ, ഒന്ന് മുടി വെട്ടണ്ടി. ആയേ ബൈഠിയേ. ഓ അല്ല, മുടിയാകെ ഇടങ്ങറായിക്കണ്. भाई साहब, कैसा कट करना चाहिए? പഠിച്ചോനെ ഹിന്ദിയോ? घबराना मत, मैं अच्छा तरह बाल कट करेगा. ഇത് ശരിയാവൂല. എന്ത് ധൈര്യത്തിൽ ഇവനൊക്കെ തലച്ചൊടുക്കുക? भाई साहब, आपका मुंडी मेरे पास सेफ होगा. അല്ല, നിങ്ങൾ ആദ്യമായിട്ട് വെട്ടുന്നല്ലേ, ഈ നീളം കുറച്ച് വെട്ടാനൊക്കെ നിങ്ങളോട് എങ്ങനെയാ പറയാ? मैं मलयालम मालूम, आप मलयालम में बोलो. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളെ ഹിന്ദി ഞമ്മക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് ശരിയാവൂല. അല്ല വേണ്ട. क्या है भाई, क्या 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 है? അല്ല മൂസക്കായി നിങ്ങൾ മുടി വെട്ടാണ്ട് പോവാ? അല്ല, അത് ശരിയാവില്ല. ഭാഷ അറിയാണ്ട് ശരിയാവില്ലടോ. ഞാൻ കൊറേ നാളായിട്ട് ഇവിടുന്ന് വെട്ടല്. അന്റെ തല കണ്ടാലേ ഇജ്ജ് മുടി വെട്ടണ മാതിരി തോന്നൂല്ലോ. തേനീച്ചുകൂട് പോലുണ്ട് എന്റെ തല. ഇജ്ജ് എന്തിനാണ്ട് മുടി ഇങ്ങനെ വളർത്തണത്? ഞാൻ വളർത്തുന്നല്ല മൂസക്കായി, മുടി വളരുന്നതാ. ഈ പണ്ടത്തെ ഹിപ്പി മുടിക്കാരെ പോലെ ഈ ജട പിടിച്ച മുടി കൊണ്ട് നടക്കാണ്ട് അനക്കൊക്കെ മനുഷ്യക്കോലത്തിൽ നടന്നുവിടറോ. നമ്മള് മലയാളി ബാർബർമാരെ കടയിൽ കയറിയാല് അവര് പറയുന്നത് ഇത് തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ ഈ ബീഹാറി ഫ്രണ്ടിന്റെ അടുത്ത് മുടി വെട്ടിക്കുന്നത്. ഓല് ചോദ്യങ്ങൾ ചോദിച്ച് ഇടങ്ങാറാക്കൂല, മുടി വെട്ടും പൈസ വാങ്ങും. അതിന് ഈ ഏത് ഭാഷയിലും ഒരു വർത്തമാനം പറയല്? 5ാം ക്ലാസ്സിൽ 5 കൊല്ലം കുത്തിരുന്ന എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയോ? 3 തോറ്റത്ത് ബോംബെയിലേക്ക് വണ്ടി കയറിയോല് ഹിന്ദി പറയുന്നത് സ്കൂളിൽ പഠിച്ചിട്ടാ? ഒക്കെ ഞാൻ കേട്ട് പഠിച്ചതാ. ഞാനിപ്പം വേണമെങ്കിൽ പ്രധാനമന്ത്രിന്റെ പ്രസംഗം വരെ തർജ്ജമ ചെയ്യും. കോയി ബാത്തിനെ കോയി കുളിക്കല്ലെന്നല്ല ഇപ്പൊ പറഞ്ഞേ. അത് നമുക്ക് പൊട്ടിയിട്ടേ. മൂസക്ക, നിങ്ങളെ ഹിന്ദി കേട്ടാല് ഇയാള് ബീഹാറിലേക്ക് ഓടിപ്പോവും. അതുകൊണ്ട് ഹിന്ദി വേണ്ട. മൂസക്കക്ക് നല്ലത് ആ ബാർബർ ബാലിന്റെ തുരുമ്പെടുത്ത കത്രിക തന്നെയാ.
കേരളത്തിൽ ഹിന്ദി അറിയാണ്ട് ജീവിക്കാൻ പറ്റേണ്ടി വരുന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടോ. കാലത്തിന്റെ ഓരോ മായാജാലി. दिलवाले दुल्हनिया ले ले जाएंगे, कुछ कुछ होता है, आप जल्दी चुके जाएंगे, हम खरा गोएंगे. സുശീല, ठीक है ഈ പച്ചള്ളം പോലെയാണല്ലോ ഹിന്ദി പറയണത്. ഇജ്ജ് വരെ ഹിന്ദി പഠിച്ച് ഞമ്മക്ക് ഹിന്ദി കേട്ടാലെങ്കിലും ഒന്ന് മനസ്സിലായാൽ മതി. सिकंदर हुकंदर मुकंदर मुकंदर वक्कंदर. ये मेला है वेदर की हूँ. അല്ലങ്ങൾ പിന്നെ മുടി വെട്ടാണ്ട വന്നേ? പിന്നെന്തിനു പോയതാ? ബാർബർ കാണാൻ പോയതാ? ആ ബാർബർക്ക് മലയാളം അറിയില്ല. ബാർബർക്ക് മലയാളം അറിയണ എന്തിനാ? മുടി വെട്ടാൻ അറിഞ്ഞാ പോരെ? അല്ല, ആദ്യമായിട്ട് മുടി വെട്ടുന്നാണല്ലോ. അപ്പൊ ഞമ്മക്ക് പല കാര്യം പറഞ്ഞു കൊടുക്കാണ്ടാവേ. നമ്മൾ ഏത് ഭാഷയെ പറയൂ? എന്തേ തങ്ങൾക്ക് ഇത്രക്കൊക്കെ പറഞ്ഞു കൊടുക്കാണല്ലേ? മുടിന്റെ നീളം കുറച്ചാ മതി, പറ്റ വെട്ടണ്ട, കൃതാവ് താത്തണ്ടെന്നൊക്കെ പറയണ്ടേ. അല്ലെങ്കിൽ അവന്റെ കത്രി പോണ വൈ കാണൂല. ഓ, എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, റസിയനെ വിളിക്ക്, ഓള് പറഞ്ഞു കൊടുക്കൂ. അതൊക്കെ ആരും കണ്ട മോശമല്ല പത്തു. ഏ, ആരെങ്കിലും കണ്ടാ മോശാന്ന് നിങ്ങൾ എന്തേ തൊട്ടയച്ചിട്ടാ നിക്കണേ? ഞമ്മക്ക് ഹിന്ദി അറിയില്ലാന്ന് നാട്ടുകാർ അറിഞ്ഞാൽ ഞമ്മക്ക് കുറച്ചലാ. 5 കൊല്ലം കുത്തിരുന്ന സുശീലെ ഹിന്ദി മണിമണിയായിട്ട് പറയുന്നത് നമ്മളെ കാതുകൊണ്ട് കേട്ടതാ. ഓന്റെ ഒക്കെ തലേന്റെ അകത്തെ ആൾതാമസുണ്ട്, അല്ലാണ്ട് നിങ്ങളെ മാതിരി മരുമണ്ടേനല്ല. എന്താ ഉമ്മച്ചിയെ ഉപ്പച്ചിന്റെ തലക്ക് കുഴപ്പം? റസിയ ഉപ്പച്ചി മുടി വെട്ടാൻ പോയി. ഹിന്ദിക്കാരൻ ബാർബർ തല വെട്ടിക്കാളെന്ന് വിചാരിച്ചിട്ട് ഉപ്പച്ചി പേടിച്ചു പോന്നിക്കുക. ഉപ്പച്ചിക്ക് അത്രയും പേടി ഹിന്ദിക്കാരെ? ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരെ നമ്മൾ വെറുതെ പേടിക്കാൻ മോളെ. ഞമ്മക്ക് ഓരോ പേടിയൊന്നുമില്ല. ഇപ്പൊ വയറ്റ് പൈപ്പിന് വരുന്ന പാവങ്ങളാണ്. റസിയ, ഈ ഒരു കാര്യം ചെയ്യും, ഉപ്പച്ചിന്റെ ഒപ്പരം ചെല്ലി മുടി വെട്ടാനി. ഉപ്പച്ചിന്റെ കൊച്ചുകുട്ടിയാണോ ആൾക്കുട്ടി മുടി വെട്ടിക്കാൻ? ഈ ഉപ്പച്ചിന്റെ മലയാളോ ഹിന്ദിയിലേക്ക് തർജുമാക്കി കൊടുക്കണം. അല്ലോ, എന്റെ ഉമ്മച്ചി എന്നെ കൊണ്ട് പറ്റൂല. ഹിന്ദി പാട്ട് കേട്ടില്ല, ഹിന്ദി എനിക്കറിയൂ. മുടിയുടെ ഹിന്ദി പോലും എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്തിനാ +2 വരെ ഇങ്ങനെ പഠിക്കണേ? 10ാം ക്ലാസ്സിൽ ഹിന്ദി വിട്ടില്ല ഉമ്മച്ചി ഞാൻ. അന്നോടാരെ ഹിന്ദി വിടാൻ പറഞ്ഞേ? പഠിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? നിങ്ങൾ രണ്ടാളും അടി കൂടണ്ട. നമ്മൾ ആ ബാർബർ ബാലിന്റെ പീഡിയ തന്നെ ഒന്ന് പോയി നോക്കട്ടെ. ഓൻ അവിടെ ഉണ്ടെങ്കിലും മുടി വെട്ടിച്ചിട്ട് വേഗം വരാം. ഈ വിദ്യാഭ്യാസം ഇല്ലാണ്ടായത് ആകെ അടങ്ങറായി. വിദ്യാഭ്യാസം ഇല്ലാത്ത മരമണ്ടന്മാരെ കെട്ടി ഇതാണ് കൊഴുപ്പോ. ഉപ്പച്ചിനെ മാത്രം പറയണ്ട, ഉമ്മച്ചിക്കുണ്ടോ വിദ്യാഭ്യാസം? ഒന്നടുത്ത് തന്നാണ്ടല്ലോ. ഞാൻ എന്റെ ബാർബർ ബാലിന്റെ അടുത്ത് മുടി വെട്ടാൻ അങ്ങ് പോണിട്ടോ. ഞാൻ ഇപ്പൊ കുത്തിരിക്കല്ലേ മോണ്ടാത്ത വർത്താനം പറഞ്ഞാണ്ടല്ലോ, ഒരു തുള്ളി വെള്ളം തരൂല.